Hello friends, how are you? Fine? Very good. So we are coming to the end of our discussion on relative clauses and relative pronouns. Okay. ഇന്ന് ഈ പീരീഡോടുകൂടി അല്ലെങ്കിൽ ഈ ക്ലാസ്സോടുകൂടി നമുക്ക് ഈ നമ്മുടെ റിലേറ്റീവ് ക്ലോസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തൽക്കാലം നിർത്തിവെക്കാം. ഓൾറൈറ്റ്. ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് when, where, why. They can also be used as relative pronouns, and we can begin relative clauses with when and where and why. Then the meaning will be when means on which, where means at which place. This is time. First one is on which time, samayam. Second is where, at which, salam. And third is why, for which, endina, for which. അതാണ് അർത്ഥം ഈ when, where, why. When we are using these three for as relative pronouns, അവരുടെ അർത്ഥങ്ങളാണ് പറയുന്നത്. എക്സാമ്പിൾ നമുക്കും പറയാം. So it's not very common. And another thing is that this they can also be used. So usually it is done in, say, colloquial speech. It is said. Some grammarians they are of opinion that it happens in informal talk, not formal. The formal ആയിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കാറില്ലെന്നും ഇൻഫോർമൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ടോക്കിലൊക്കെയാണ് നമുക്ക് പരസ്പരം സംസാരിക്കുന്നു. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ വലിയൊരു സീരിയസ് അല്ലാത്ത സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നതാണ് പല ഗ്രാമേറിയൻസും അഭിപ്രായപ്പെടുന്നത്. എന്നുവെച്ചാൽ തെറ്റൊന്നുമല്ല, നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ ഐ ഹാവ് ഗിവൻ യു. ഐ റിമെമ്പർ ദ ഡേ വെൻ ഐ ഫസ്റ്റ് മെറ്റ് യു. I remember the day when I first met you. Now you can also do I remember the day which I first met you. പക്ഷെ അർത്ഥത്തിന് ഇച്ചിരി വ്യത്യാസം. സമയമാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഐ റിമെമ്പർ ദ പ്ലേസ്, സ്ഥലം, വേർ ഐ വെന്റ് ലാസ്റ്റ് വീക്ക്. ഓർമ്മക്കുറവാണ് വിളിക്കുക. അതാണ് ഐ റിമെമ്പർ ലാസ്റ്റ് വീക്ക്, സ്ഥലം. Third is, I don't know the reason why I was punished. I don't know the reason. എന്ത് കാരണം കൊണ്ടാണ് എന്നെ ശിക്ഷിച്ചതെന്ന് എനിക്കറിയത്തില്ല. So as I told you, there more often these when, where and why, they are used as relative pronouns in informal situations. Informal എന്ന് പറഞ്ഞാൽ സാധാരണ കൂട്ടുകാരൊക്കെ സംസാരിക്കുന്നു. Not on serious occasions. That's the point. And then you have got another thing, defining and non-defining relative clauses. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം that relative pronoun that can be used only for defining relative clauses, not for non-defining. എന്താണ് ഡിഫൈനിങ് എന്നുള്ളതെന്ന് പറയാം. ഉദാഹരണം ഡിഫൈനിങ് എക്സാമ്പിൾ. My brother who is in Italy is a doctor. ആ ബ്രദറിനെ ഡിഫൈൻ ചെയ്യണം. എന്നുവെച്ചാൽ ബ്രദർ, ദിസ് ബ്രദർ, ആ പർട്ടിക്കുലർ ബ്രദർ എന്നാണ്. മൈ ബ്രദർ ഹു ഈസ് ഇൻ ഹീസ് എ ഡോക്ടർ. അദ്ദേഹത്തെ ഒന്നുകൂടെ മൈ ബ്രദർ, ഇറ്റലിയിലുള്ള എൻ്റെ ബ്രദർ ഡോക്ടറാണ്. പക്ഷെ ആ എല്ലാ ബ്രദേഴ്സും അല്ല, ഇറ്റലിയിലുള്ള എൻ്റെ ബ്രദർ. അതാണ് ഡിഫൈൻ ചെയ്യാന്ന്. ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ പറയാണ് ദ ടീച്ചർ ഹൂ ഈസ് സിൻസിയർ ഈസ് ഓൾവേസ് റെസ്പെക്റ്റഡ്. ദ ടീച്ചർ ഹൂ ഈസ് സിൻസിയർ. ആ ടീച്ചറിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയണം, എസെൻഷ്യൽ ക്വാളിറ്റി. ചില ഗ്രാമർ പുസ്തകത്തിൽ അതും കാണാം. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ റിലേറ്റീവ് ക്ലോസസ്. ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസിന് വേറാണ് എസെൻഷ്യൽ റിലേറ്റീവ് ക്ലോസ്. ഇനി നോൺ ഡിഫൈനിങ് കാണുമ്പം നമുക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവും.
one of my brothers, comma, who is in Italy, comma, is a doctor. Non-defining relative clauses ne comma കൊണ്ട് വേർതിരിച്ചു. ഡിഫൈനിങ്ങിനെ അങ്ങനെ വേർതിരിക്കത്തില്ല. അതാണ് one way of finding that out. Non-defining ആണെങ്കിൽ ആ റിലേറ്റീവ് ക്ലോസിൻ്റെ റിലേറ്റീവ് ക്ലോസ് തുടങ്ങുമ്പോഴും ഇവിടെ രണ്ടാമത് one of my brothers, comma, who is in Italy, comma, is a doctor. അതൊരു നോൺ എസെൻഷ്യൽ ഇൻഫർമേഷൻ, അതൊരു ആഡഡ് ഇൻഫർമേഷനേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ആ അദ്ദേഹത്തെ ആ പർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ വളരെ ഒന്നുകൂടെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതയെ പറ്റിയാണ് പറയുന്നത്. മൈ ബ്രദർ ഹൂ ഈസ് ഇൻ ഇറ്റലി, അവിടെ സ്റ്റോപ്പില്ല, നോ കോമ, പെറ്റടിക്കാൻ പോവുകയാണ്. മൈ ബ്രദർ ഹൂ ഈസ് ഇൻ ഇറ്റലി ഈസ് എ ഡോക്ടർ. അവിടെ കോമ ഇല്ല, വേറെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അതേസമയം നോൺ എസെൻഷ്യൽ ആണെങ്കിൽ റിലേറ്റീവ് പ്രൊനൗണിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. വൺ ഓഫ് മൈ ബ്രദേഴ്സ്, എനിക്ക് വേറെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞ് എൻ്റെ ഈ ബ്രദർ എന്നാണ്. ഈ പർട്ടിക്കുലർ ബ്രദർ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എസെൻഷ്യൽ കാര്യമായിട്ടാണ് പറയുന്നത്. ഹീസ് ഇൻ ഇറ്റലി. വൺ ഓഫ് മൈ ബ്രദേഴ്സ് ഈസ് ഇൻ ഇറ്റലി, ഈസ് എ ഡോക്ടർ. ഇതിനകത്ത് ഇൻ്റർനാഷണൽ പോലും വ്യത്യാസം. ഉദാഹരണം പറയാം, ഇൻ്റർനാഷണൽ നമുക്കറിയാലോ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആർ യു കമ്മിങ്, റൈസിങ് ഇൻ്റർനാഷണൽ, ആർ യു കമ്മിങ്, ഫോളിങ് ഇൻ്റർനാഷണൽ. ഇൻ്റർനാഷണൽ സ്വരത്തിൻ്റെ സ്വരം മുകളിലേക്കും താഴേക്കും പോകുന്നതിനാണ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. ഓ വാട്ട് എ ഫോൾ വാസ് ദേർ, ഫോളിങ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. താഴോട്ടാണ് ശബ്ദം, താഴേക്കൊന്ന് വീഴുക. Terrible noise, going up. അതാണ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞത്. ഇൻ്റർനാഷണലിനെ പറ്റി ഞാനൊരു ഈ വക കാര്യങ്ങൾ, അതായത് പ്രൊനൗൺസിയേഷൻ, ഇൻ്റർനേഷൻ, സ്ട്രെസ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു 20 ക്ലാസ് ഞാൻ എടുത്ത് ഈ യൂട്യൂബിൽ എൻ്റെ ക്ലാസ് ഉണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. ഫണറ്റിക് സ്ക്രിപ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് ഓരോ സൗണ്ടും ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് യൂട്യൂബിലുണ്ട്. എൻ്റെ ക്ലാസ് ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നോക്കി പഠിക്കാം. ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, റൈസ് ആൻഡ് ഫോൾ ലെവൽ ഓഫ് the voice, the rise and fall of the voice when you speak. അതാണ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. നോൺ ഡിഫൈനിങ്. ഇനി അടുത്തതുണ്ടോ ഡിഫൈനിങ്. ദ ഡോഗ് ദറ്റ് ബാർക്സ് ഓൾവേസ് ഈസ് എ ന്യൂസൻസ്. ആ ഡോഗിനെ ഒന്നൊരു ഡിഫൈൻ ചെയ്യണം, അല്ല ഡോഗിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എടുത്ത് പറയുകയാണ്. അതാണ് ഡിഫൈനിങ്. നോൺ ഡിഫൈനിങ്, ദ ഡോഗ് വിച്ച് ബിലോങ്സ് ടു അജിത് ഈസ് എ ന്യൂസൻസ്. ഡോഗിൻ്റെ അതിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റിയല്ല പറയുന്നത്, ഒരു ഇൻഫർമേഷൻ പറയുന്നു. ദ ഡോഗ് ദാറ്റ് ബിലോങ്സ് ടു, വിച്ച് ബിലോങ്സ് ടു, ഓർ ദാറ്റ് ബിലോങ്സ് ടു ഹും അജിത് ഈസ് എ ന്യൂസൻസ്. അതാണ് ഡിഫൈനിങ് നോൺ ഡിഫൈനിങ് തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഫോർ എക്സാമ്പിൾ, ദ ബോയ്സ് ഹു വർക്ക് ഹാർഡ് വിൽ ഷുവർലി വിൻ. ആ ബോയ്സിനെ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാണ്, അതായത് എസെൻഷ്യൽ ക്വാളിറ്റിയാണ്. ദ ബോയ്സ് ഹു വർക്ക് ഹാർഡ്, അവരുടെ എസെൻഷ്യൽ ക്വാളിറ്റിയാണ്. അത് തന്നെ നമുക്ക് നോൺ ഡിഫൈനിങ് ആയിട്ട് പറയാം. ദ ബോയ്സ് ഹു ആർ എൻഗേജ് ഇൻ സോഷ്യൽ വർക്ക് ഹാവ് എ സോഷ്യൽ സെൻസ്. അത് അവരുടെ ഒരു പ്രത്യേക ക്വാളിറ്റി അല്ലല്ലോ, ഒരു സ്പെഷ്യൽ ക്വാളിറ്റി അല്ലേ ബോയ്സ് ഹു വർക്ക് ഹാർഡ്. രണ്ടാമത് നമ്മൾ പറയുമ്പം അതൊരു അവരെ പറ്റിയുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ എസെൻഷ്യൽ ഓർ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസസ് എപ്പോഴും കോമയ്ക്കകത്തായിരിക്കും.
it is not essential. And the point here is that only that, the relative pronoun that, can be used only with defining relative clauses. നമ്മൾ പ്രത്യേകം ദാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രത്യേക ആളിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റിയിട്ട് പറയുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ പറഞ്ഞതാണ് നോട്ട് ഡിഫൈനിങ്. ഇവിടെ അതിനെപ്പറ്റി ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയിട്ടുണ്ട്. ദാറ്റ് only for defining relative clauses, not to be used for non-defining clauses. If you use that for a non-defining relative clause, that is a mistake. ആണ് പറഞ്ഞു വരുന്നത്. എറർ കറക്ഷൻ യാപ്പ് ചെയ്ത് വരാം. എറർ കറക്ഷൻ ഇങ്ങനെ വരാം. ഒരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ദാറ്റ് വെച്ച് തുടങ്ങിയിട്ട് കറക്റ്റ് എറർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കറിയാം അത് ഇറ്റ് ഈസ് നോൺ ഡിഫൈനിങ്. സോ ദാറ്റ് കനോട്ട് ബി യൂസ്ഡ്. ദാറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്ത് അതെ ചില ഗ്രാമർ പുസ്തകത്തിലുണ്ട് റെസ്ട്രിക്റ്റീവ് ആൻഡ് നോൺ റെസ്ട്രിക്റ്റീവ്. അതാണ് റെസ്ട്രിക്റ്റീവ്. റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് ആ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന നൗണിൻ്റെ ക്വാളിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. നോൺ റെസ്ട്രിക്റ്റീവ് എന്ന് പറയും. ചില ഗ്രാമർ പുസ്തകത്തിൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് പറയും. ഓരോ വാക്കുകൾ ഓരോ ഗ്രാമേറിയൻസ് ഉപയോഗിക്കുന്നു. അർത്ഥം ഇതാണ്, ഒരാൾ ഒരു എന്തെങ്കിലും ഒരു നാമം, മനുഷ്യനാകാം മൃഗമാകാം എന്തെങ്കിലും, അതിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയെ പറ്റി വീണ്ടും പറയുകയാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാം. അത് ജനറലായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നോൺ ഡിഫൈൻ. നമ്മുടെ ഡോഗ് എക്സാമ്പിൾ ഇസ് ദ ബെസ്റ്റ് ഐ തിങ്ക് ടു നോ. ദ ഡോഗ് ദാറ്റ് ബാർക്സ്, അതിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. The dog which belongs to, അത് ആ ഡോഗിൻ്റെ ഒരു പ്രത്യേകത അല്ലല്ലോ. ഡോഗ് അറിയുന്നുണ്ടോ ഞാൻ ആരുടെ? പക്ഷെ ദ ഡോഗ് ബാർക്സ് ഈസ് ആ ഡോഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡോഗിനെ, അതേസമയം ദ ഡോഗ് വിച്ച് ബിലോങ്സ് ടു, അത് ആ ഡോഗിൻ്റെ ഒരു ക്വാളിറ്റി അല്ല. അതൊരു മനുഷ്യനായിട്ട്, അതൊരു മനുഷ്യൻ്റെ ആണ്, ആ പട്ടി ഒരു മനുഷ്യൻ്റെ ആയിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അത് അതിൻ്റെ ക്വാളിറ്റി ഒന്നും അല്ല. The teacher who is sincere, the teacher that is sincere, ആ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. Teacher who accompanied us for a picnic is sincere. അത് ആ ടീച്ചറിൻ്റെ പ്രത്യേക ക്വാളിറ്റി ഒന്നും അല്ലല്ലോ. It so happened that he accompanied us. But sincere എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിൻ്റെ പ്രത്യേകതയാണ്. അതാണ് അത് പോയിന്റ്. The teacher who accompanied us for our excursion is very sincere. അപ്പോൾ അത് ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റി അല്ല, പക്ഷെ അതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. The teacher is sincere and he accompanied us through. പക്ഷെ മറ്റങ്ങനെയല്ലല്ലോ. The teacher who is sincere is respected. എക്കാലവും അങ്ങനെയാണ്. ഏത് കാലത്ത് ചിലരൊക്കെ പറയും ഗുരുശിഷ്യ ബന്ധമെല്ലാം പോയി, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനെ കുട്ടികൾ എക്കാലവും ബഹുമാനിക്കും. സംശയമില്ലാതെ അത് അവർക്ക് ബോധ്യപ്പെടണം. രാവിലെ വന്നിട്ട് ഞാൻ സിൻസിയറാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തി കൊണ്ടത് അവർക്ക് ബോധ്യപ്പെടുത്തണം. അറിയോ, അതാണ് ഒരു വലിയ കാര്യം. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡിഫൈനിങ്, നോൺ ഡിഫൈനിങ്. ദ പ്രോബ്ലം ഇത്രേ ഉള്ളൂ. ഡിഫൈനിങ്, നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ഒരിക്കലും ദാറ്റ് വെച്ച് തുടങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ അത് മെയിൻ കാര്യം. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കോമയ്ക്കകത്താണ് റിലേറ്റീവ് ക്ലോസ് കിടക്കുന്നതെങ്കിൽ അത് നോൺ ഡിഫൈൻ. അത് നോൺ ഡിഫൈൻ അല്ല. കോമ ഇല്ലാതെ ഒറ്റയടിക്കാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യും. മനസ്സിലായി? അതാണ് എൻ്റെ കാര്യം. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, relative pronoun that refers to the object of a sentence can be omitted. Omitted വേണം ഉപേക്ഷിക്കാം.
റിലേറ്റീവ് പ്രൊനൗൺ ഒരു ഓബ്ജക്റ്റിനെ, ഒരു സെന്റൻസിൽ ഒരു ഓബ്ജക്റ്റിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ ആ റിലേറ്റീവ് പ്രൊനൗൺ ഇല്ലെങ്കിലും ഇത് സെന്റൻസ് ക്ലിയർ ആവും. സോ ഉദാഹരണം ഇതാണ്, ദിസ് ഈസ് ദ ഹൗസ് അജിത് ബിൽറ്റ് ഇറ്റ്. ഇതിനകത്ത് ഇറ്റ് ഓബ്ജക്റ്റ് ഓഫ് ബിൽറ്റ് ആണ്. നമുക്ക് പറയാം ദിസ് ഈസ് ദ ഹൗസ് അജിത് ബിൽറ്റ്. ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് അജിത് ബിൽറ്റ്. ദിസ് ഈസ് ദ ഹൗസ് വിച്ച് അജിത് ബിൽറ്റ് എന്ന് പറയണ്ട. എന്തുകൊണ്ടാ? ദാറ്റ് റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് അല്ല വിച്ച് എന്തിനെ റെഫർ ചെയ്യുന്നത്? ഓബ്ജക്റ്റിനെയാണ്. ഒരു സെന്റൻസിലെ ഓബ്ജക്റ്റ്. ബിൽറ്റിന്റെ കർമ്മഫലം അനുഭവിക്കുന്ന ആളാരാ? വീടാ. ശരിയല്ലേ? അത് ഇറ്റ്. ഇറ്റിന് പകരം പറയാം ദിസ് ഈസ് ദ ഹൗസ് അജിത് ബിൽറ്റ് ദ ഹൗസ്. അങ്ങനെ പറയുന്നതിന് പകരം അതിന്റെ പ്രൊനൗൺ ആണ് ഇറ്റ്. അതിന് പകരമാണ് നമ്മൾ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അങ്ങ് ഒമിറ്റ് ചെയ്യാം വേണമെങ്കിൽ. ഇനി അല്ല ഉപയോഗിക്കണമെന്നാണ്, ഉപയോഗിച്ചു തെറ്റൊന്നുമല്ല. ടു ബി സ്റ്റാൻഡേർഡ്, കീപ് യുവർ സ്റ്റാൻഡേർഡ്. ക്ലാസിക് നമ്മൾ പറയില്ലേ, കുറച്ചുകൂടി ഒരു ക്ലാസിക്കായിട്ട് ഇംഗ്ലീഷ് എഴുതുമ്പം അങ്ങനെയുള്ള ആവശ്യമില്ലാത്തതൊക്കെ ഉപേക്ഷിക്കാം. നമ്മൾ ആക്റ്റീവ് പാസീവ് പഠിക്കുമ്പോൾ കാണത്തില്ലേ, the song is sung by her. pronoun ആണ് ഉപേക്ഷിക്കാവുന്നത്. ഇപ്പം നോക്കുക, the song is sung. The song is sung by her. ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നോ? അല്ല, the song is sung. The song is sung in the youth festival by her എന്ന് വേണമെന്നില്ല. ഹെയർ കാരണം അത് ഡെഫിനറ്റ് അല്ലല്ലോ, എല്ലാവർക്കും വേണമെങ്കിൽ ഹെയർ ആകുന്നില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലാവുന്നു. ഇപ്പം ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം. വേറെ എക്സാമ്പിൾ ഉണ്ട്. ദിസ് ഈസ് ദ മാൻ ഐ സോ ഹിം. ഓബ്ജക്റ്റ്. ദിസ് ഈസ് ദ മാൻ ഐ സോ. ദിസ് ഈസ് ദ മാൻ ഐ സോ. പാസീവിനെ പറ്റി ഞാൻ പറഞ്ഞത് അത്ര ഒരു റെലവൻ്റ് അല്ല ഇവിടെ. അത് പാസീവ് വോയിസ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. തൽക്കാലം ഞാനങ്ങനെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിലും അത് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ അല്ല. അത് നിങ്ങൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കുഴപ്പമില്ല. സോ ഹിയർ സോ ദിസ് ഈസ് ദ മാൻ ഐ സോ. ഹിം ഓബ്ജക്റ്റാണ്, അതുകൊണ്ടത് വേണം. ദിസ് ഈസ് ദ മാൻ ഐ സോ. അത്ര മതി, ഒമിറ്റ് ചെയ്യാന്നുള്ള പറഞ്ഞു. ഹിമാണ്ടിരിക്കാൻ ഒമിറ്റ്. മനസ്സിലാവും. പിന്നെ അതാണ് എന്താണ് ഒമിഷൻ. ഒമിഷൻ ഓഫ് റിലേറ്റീവ് പ്രൊനൗൺ. റിലേറ്റീവ് പ്രൊനൗൺ omitted when refers to the object of a clause. CLAUSE ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് CLAUSE എന്നാണ്. ക്ലോസ്, ഓബ്ജക്റ്റ് ഓഫ് എ ക്ലോസ്. ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ, ഒരു ക്ലോസിൻ്റെ ഓബ്ജക്റ്റ് ആണെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മനസ്സിലാവും. മുമ്പേ പാസീവിൻ്റെ എക്സാമ്പിൾ വേറൊരു നല്ലൊരു എക്സാമ്പിൾ പറയാം. ഹെയർ അവിടെ അത്ര യോജിക്കുന്നില്ല. ഉദാഹരണം പറയാം. ദ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ സമ്മൺ. സമ്മൺ ആർക്കും ആകും. അതുകൊണ്ട് പാസീവിൽ ചിലപ്പം അത് കാണത്തില്ല. ദ ഹൗസ് ഈസ് ബിൽറ്റ്, ഇത്ര മതി. ദ ഹൗസ് ഈസ് ബിൽറ്റ്. അങ്ങനെ നിർത്താം അവിടെ മതി. കാരണം സമ്മൺ ആരാന്ന് അറിയത്തില്ല. The house is built by someone. The house is built by him. The house is built by her. The house is built by Tom. അങ്ങനെ വേണം, അത് വേണം. കാരണം പേരൊന്നുമില്ല, പ്രത്യേക ആള് എന്ന് പറയുന്ന പോലെ. കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. കുറച്ച് ടൈമിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, പാരലായിട്ടൊരു എക്സാമ്പിൾ പറയും, ഒമിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ സാരമില്ല, അടുത്ത ദിവസം പാസീവ് വരുമ്പോൾ ഞാനത് പ്രത്യേകം പറഞ്ഞുതരാം. ഇത് ഇവിടെ ഇത്രയും ഓർക്കുക. എന്താണ് നമ്മൾ ഓർക്കുന്നത്? ഇഫ് the relative pronoun refers to the object of a clause, ആ റിലേറ്റീവ് പ്രൊനൗൺ നമുക്ക് ഒമിറ്റ് ചെയ്യാം. അതില്ലാതെ അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നിർത്താം. അതാണ് അതിൻ്റെ എക്സാമ്പിൾ അല്ലേ. ദിസ് ഈസ് ദ ഹൗസ് അജിത് ബിൽറ്റ്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ അതാണ് ഒമിഷൻ ഓഫ് റിലേറ്റീവ് പ്രൊനൗൺ.
And this is when, where and why. Also can be used as relative pronouns. Well, I don't have a day when I am not worried. I don't have a day. ഒരു ദിവസം പോലും ഇല്ല. ഞാൻ worried-ഇല്ലാതെ, വിഷമങ്ങളില്ല. I don't have a day. No. When I don't have a day when I am not worried. When അതിൻ്റെ അർത്ഥം എന്താ? On which എന്നുള്ള അർത്ഥമാണ്. Although the town where I live is very tidy. സ്ഥലം, the town where I live is very tidy. പറയാം തെറ്റില്ല. അത് ചില ഗ്രാമർ ബുക്സ് പറയുന്നുണ്ട് അത് ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ്. ഇനി എന്താണ് അർത്ഥം നമുക്ക് പറയാനുള്ളത്? So here that omitted, here whom omitted. Him എന്ന് പകരം വരുന്ന whom, it പകരം വരുന്ന that, അത് omitted. ഇനി എല്ലാ പോയിന്റ്സും തീർന്നല്ലോ? തീർന്നു. റിലേറ്റീവ് പ്രൊനൗൺസ് സമ്മറി എടുക്കുമ്പോൾ who stands for അല്ലെങ്കിൽ used for only for persons, whom for persons and animals, whose for persons, animals and things, which for animals and things, that for persons, animals and things. ഇനി അടുത്ത പോയിന്റ് നോട്ട് ചെയ്യാനുള്ള ദാറ്റ് ആണ്. ദാറ്റിൻ്റെ പ്രത്യേകത ദാറ്റ് can be used only with defining relative clauses. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ omission. If the relative pronoun refers to the object of a sentence, that can be omitted. Then you have got when, where, why can be relative pronouns. But the standard you can say, the standard list is who, whom, whose, which, that. ഇതാ നോൺ സ്റ്റാൻഡേർഡ് ആണെന്നല്ല, തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെയും നമുക്ക് സെൻറ്റൻസ് വാക്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേപ്പറ്റി അധികം ഒന്നും. അപ്പോൾ ഉദാഹരണം പറയണം. The boy whom I know is a superstar. The boy whom I know is a superstar. The boy is a superstar. I know him. അങ്ങനല്ലേ? അപ്പം him അതിന് പകരമാണ് whom. The boy I know is a superstar. അത്രയും മതി. I know him എന്ന് വേണ്ട. The boy I know is a superstar. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. മനസ്സിലായി? അത് നമ്മൾ the singer is a brilliant artist. We love her. Pronoun വരുന്ന whom ആണ്. We love her. The singer whom we love is a brilliant artist. Anyway, the singer we love is a brilliant artist. The singer we love is a brilliant artist. അവിടെ whom വേണ്ട എന്നുള്ളതാണ്. This is how Jack built it. Standard sentence ആണ്. റിലേറ്റീവ് പ്രൊനൗൺ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് പല പുസ്തകത്തിലും. This is the house Jack built. This is the house Jack built. It. Itന് പകരം that. This is the house that Jack built. That is an example for defining relative clause. ഈ വീടിൻ്റെ കാര്യമാണ് ആര് എന്നുള്ളതാണ്. General statement allala. This is the house that Jack built. But defining it. So that can be omitted. This is the house Jack built. Enough. Why? Because the relative pronoun refers to the object of the clause. മറ്റേ പാസീവ് എക്സാമ്പിൾ നമുക്ക് അത്ര ക്ലിയർ അല്ലെങ്കിൽ പാസീവ് വൈസ് എടുക്കുമ്പോൾ ഞാൻ അത് ക്ലിയർ ആക്കാം. ഇപ്പോൾ അതിനെല്ലാം കൂടെ നമ്മളിത് എല്ലാം കൂടെ കൂട്ടി പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ശരിയല്ലേ? അതുണ്ട്. അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഓൾ ദ പോയിന്റ്സ് ഐ ഹാവ് കവേർഡ്. കുറേ ഉണ്ട്, പക്ഷെ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാണ്.
ഇതെല്ലാം ഒന്ന് തറവാണ്. ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഒരു എറർ വരാവുന്നൊരു പോസിബിലിറ്റിയാണ് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. അതേ എറർ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ വേറെ ചിലത്തൊക്കെ എറർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ സെലക്ഷൻ, ഹൂ വേണം, ഹും വേണം, ഹൂസ് വേണം, ദാറ്റ് വേണം, വിച്ച് വേണം. അതിന് ക്ലിയർ ഗൈഡൻസ് ഉണ്ട്. പേഴ്സൺസിന് തിങ്സ് ആൻഡ് ആനിമൽസ്, പേഴ്സൺസ് തിങ്സ് ആൻഡ് ആനിമൽസ്. അത് നോക്കും. സബ്ജക്റ്റ് ആണോ ഓബ്ജക്റ്റ് ആണോ, സബ്ജക്റ്റ് പ്രോനൗണിനെയാണോ, സബ്ജക്റ്റിനെയാണോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് നോക്കുക. ഇത്രയും കാര്യങ്ങളെ നോക്കാനുള്ളൂ, വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശരി, ഓൾറൈറ്റ്, നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഫോർ ദ ടൈം ബീയിങ്, ഫ്രം ടുമോറോ വി വിൽ എൻ്റർ ദ സെക്കൻഡ് യൂണിറ്റ് ഓഫ് ക്ലാസ് 12, ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അതിനകത്ത് ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കവിതയാണ്, ബൈ എ വെരി ഗ്രേറ്റ് പോയറ്റ്. It is Robert Lee Frost. Robert Lee, L.W. Frost. നല്ലൊരു കവിത. ഒരു കഥയുണ്ട്, അത് ഞാൻ നാളെ പറയാം. അതിനുശേഷം നമുക്ക് ആ കവിത വായിക്കാം, അത് എൻജോയ് ചെയ്യാം. അതിൻ്റെ പൊയറ്റിക് ഡിവൈസസ് ഒക്കെ നോക്കാം, ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം, തന്നെ ആൻസർ ചെയ്യാവോ എന്ന് നോക്കാം. ഇതൊക്കെ ഇൻ ബിറ്റ്വീൻ ഇനിയും നിങ്ങളുടെ ഗ്രാമർ ഐറ്റംസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ പയ്യെ നിർത്തിയിട്ട് അത് എല്ലാം പറഞ്ഞിട്ട് പോകും. സെൻറ്റൻസും ഫ്രേസും നമ്മൾ പഠിക്കുന്നുണ്ട്. സെൻറ്റൻസ് ആൻഡ് ഫ്രേസ് സംശയമുണ്ട്. സെൻറ്റൻസ് പണ്ടുപോലെ ഉള്ളൊരു ഇതാണ്, ഒരു ഡെഫിനിഷനാണ്. സെൻറ്റൻസ് ഈസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് ഹാസ് ഗോട്ട് എ കംപ്ലീറ്റ് മീനിങ്. എ സെൻറ്റൻസ് ഹാസ് ഗോട്ട് എ ഫൈനൈറ്റ് വെർബ്, അല്ലെങ്കിൽ ഒരു ഫുൾ വെർബ് ഉണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ he eats mango, അതൊരു സെൻറ്റൻസ് ആണ്. മാംഗോ ഇൻ ദ ബാസ്ക്കറ്റ്, അതൊരു ഫ്രേസ് ആണ്. മാംഗോ ഇൻ ദ ബാസ്ക്കറ്റ്. ഹി ഈറ്റ്സ് എ മാംഗോ എന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം ഉണ്ട്. ബേസിക് ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്. അതാണ് ഒരു ബേസിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ഇതിൻ്റെ ഭാഗഭേദങ്ങളായിട്ടാണ് മനസ്സിലാവും. അതേസമയം നമ്മൾ പറയുക മാംഗോ ഇൻ ദ ബാസ്ക്കറ്റ്, അതൊരു group of words but not having a full verb or a finite verb, and therefore that we call it a phrase. Phrases can be noun phrase, adjective phrase, verb phrase, prepositional phrase, adverbial phrase. ഏതാണോ പ്രധാനപ്പെട്ട വാക്ക് ആ ഗ്രൂപ്പിൽ അതിനെ ആശ്രയിച്ചിരിക്കും ഈ പേരുകളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മാംഗോ ഇൻ ദി ബാസ്ക്കറ്റ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? മാംഗോ. ദാറ്റ് വിൽ ബി കോൾഡ് എ നൗൺ ഫ്രേസ്. NP എന്ന് കിട്ടില്ലേ, NP എന്ന് എഴുതിയത് ക്യാപിറ്റലായിട്ട്, നൗൺ ഫ്രേസ് എന്നാണ് അല്ലേ. അതുപോലെ തന്നെ മൂവ് ക്വിക്കിലി, അതിനകത്ത് പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? പ്രധാനപ്പെട്ട വാക്ക് മൂവ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഇസ് എ വെർബ് ഫ്രേസ്. അങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ആണ് പ്രധാനപ്പെട്ട വാക്കെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്വേർബാണ് അഡ്വേർബിയൽ ഫ്രേസ്. പ്രിപ്പോസിഷൻ ഇൻ ദ ബാസ്ക്കറ്റ്, അത് ഇൻ എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ. കാരണം ദ ബാസ്ക്കറ്റ് എന്നുള്ളത് ഇന്നിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിമ്പിൾ കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ പേരൊന്നും ഓർത്തില്ലെങ്കിലും മിനിമം ഇത്ര ഓർക്കുക. ഏതാണ് ഒരു ഫുൾ വെർബുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അത് സെൻറ്റൻസ് ആണ്. വെർബ് ഇല്ലാത്തൊരു സ്ട്രക്ചർ ആണെങ്കിൽ അത് ഫ്രേസ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, so bye, have a nice time, enjoy your life. Tomorrow we will go to our second unit, and that is heights of harmony. Okay, bye.